1809 ഫെബ്രുവരി 12 കെൻഡക്കി സംസ്ഥാനത്ത് തോമസ് ലിങ്കണിൻ്റെയും നാൻസി ഹാങ്സിൻ്റെയും രണ്ടാമത്തെ മകനായി എബ്രഹാം ലിങ്കൺ ജനിച്ചു. വിർജീനിയയിൽ ജനിച്ച അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ ഒരു ഇടത്തരം കർഷക കുടുംബത്തിലെ അംഗങ്ങളായിരുന്നു. അമേരിക്കൻ ഐക്യനാടുകളുടെ 16ാമത്തെ പ്രസിഡൻ്റായിരുന്നു എബ്രഹാം ലിങ്കൺ. അമേരിക്കൻ ഐക്യനാടുകളിലെ ഏറ്റവും വലിയ ആഭ്യന്തര പ്രതിസന്ധിയായിരുന്ന അമേരിക്കൻ സിവിൽ യുദ്ധകാലത്ത് രാജ്യത്തെ വിജയകരമായി മുന്നോട്ട് നയിച്ച നേതാവായിരുന്നു എബ്രഹാം ലിങ്കൺ. അമേരിക്കയിലെ അടിമത്തത്തിനെതിരെയുള്ള പോരാട്ടത്തിൻ്റെ മുഖ്യ നായകനായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പിൽ ഇടം പിടിച്ച ആദ്യ അമേരിക്കൻ പ്രസിഡൻ്റാണ് എബ്രഹാം ലിങ്കൺ. 1860 നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യത്തെ റിപ്പബ്ലിക്കൻ പാർട്ടി പ്രസിഡന്റായിരുന്നു ലിങ്കൺ. പ്രസിഡന്റായിരിക്കെ അടിമത്തം അവസാനിപ്പിക്കുന്നതിനായി അദ്ദേഹം ശക്തമായ നിലപാട് കൈക്കൊണ്ടു. അതിനായി അദ്ദേഹം സ്വീകരിച്ച പ്രധാന നിയമ നടപടിയാണ് 1863 വിമോചന വിളംബരം അഥവാ ഇമാൻസിപ്പേഷൻ പ്രൊക്ലമേഷൻ. 1865 ഏപ്രിൽ 14 വാഷിംഗ്ടൺ DC-യിലെ ഫോർട്സ് തിയേറ്ററിൽ വെച്ച് നടനും കോൺഫെഡറേറ്റ് അനുകൂലിയുമായ ജോൺ വിൽക്കിസ് ബൂത്ത് എന്നയാളുടെ വെടിയേറ്റ് അദ്ദേഹം മരണമടഞ്ഞു. അമേരിക്കൻ ചരിത്രത്തിൽ വധിക്കപ്പെട്ട ആദ്യത്തെ പ്രസിഡന്റും പദവിയിലിരിക്കെ അന്തരിച്ച രണ്ടാമത്തെ പ്രസിഡന്റുമാണ് എബ്രഹാം ലിങ്കൺ.